ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋതു ആണെന്നുണ്ടെങ്കിൽ പ്രതാപനെ വിളിക്കുക. അപ്പോൾ ഫോൺ എടുത്തു. പ്രതാപൻ എന്താ മോളേന്ന് ചോദിച്ചു. അപ്പോൾ അതെ, ബാങ്കുകാർ അയച്ച നോട്ടീസ് ഞാൻ അങ്കിളിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ പറഞ്ഞു. പ്രതാപൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അതെ, ഇത് ജപ്തി നോട്ടീസാണല്ലോ മോളെ, ജപ്തി ചെയ്യുമെന്നാണല്ലോ ഇതിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കാശ് വേണം, അത് കിട്ടിയാലേ എനിക്ക് ജപ്തി ഒഴിവാക്കാൻ പറ്റുമെന്ന് ഋതുക ഈ പ്രതാപനോട് പറയാം. അപ്പോൾ ഏത് കാശാണെന്ന് ചോദിച്ചു പ്രതാപൻ. ഏത് കാശെന്നോ? മാസാമാസം കൃത്യമായിട്ട് പലിശ തന്നോളാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയതൊക്കെ മറന്നോന്ന് ചോദിച്ചു ഋതുക. അല്ല, നീ എന്തൊക്കെയാടി പറയുന്നേ? ഏത് ക്യാഷിൻ്റെ കാര്യമോ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേ എന്നെ മണ്ടിയാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്ന് ഋതുക പറഞ്ഞു. ആരോടാടി നീ ചൂടായി സംസാരിക്കുന്നതെന്ന് ഇയാൾ ചോദിക്കുക. നീയേ നിലത്ത് നിന്നോളണം, എന്നോട് ചാടിക്കടിക്കാൻ വരരുത്. അഹങ്കാരമൊക്കെ പൊന്നുമടത്തിൽ മതിയെന്ന് പ്രതാപൻ പറയാ, എന്നോട് കാണിക്കരുതെന്നും. അങ്കിളെ ദേ അവർ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരത് ജപ്തി ചെയ്യും. ഞാൻ ആ സ്ഥാപനം നോക്കി നടത്തുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ പൂർണിമ ടെക്സ്റ്റൈൽസ് ബാങ്കുകാർ ജപ്തി ചെയ്തു എന്ന് വന്നാൽ അതിൻ്റെ നാണക്കേട് എനിക്കാണെന്നും പിന്നെ അമ്മയുടെ മുന്നിൽ പിന്നെ എനിക്ക് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റാതെ വരും അങ്കിളെ എന്ന് പറഞ്ഞു ഋതുക. എന്നാൽ പിന്നെ നീ വേറെ എന്തെങ്കിലും വഴി നോക്കാനും നേരം പ്രതാപൻ പറഞ്ഞു കൊടുക്കുക. എൻ്റെ കയ്യിൽ എന്തായാലും ക്യാഷ് ഇപ്പം ഇല്ല എന്ന് പ്രതാപൻ ഋതുകയോട് മുഖത്തടിച്ച പോലെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, മറ്റവൻ്റെ തലയിലോട്ട് വെച്ചു കൊടുക്കുക. ആ സേതുമാധവൻ എന്ന് പറയുന്നവൻ്റെ അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാനായിട്ട് ഇയാൾ പറയുമ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഏത് കണ്ണു പൊട്ടനും ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇവിടുത്തെ ബാധ്യതകൾ മുഴുവനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാനാണെന്നുള്ളത്. അന്ന് ആ പരസ്യം ചെയ്യാൻ 25 ലക്ഷം രൂപ ചിലവാക്കിയില്ലായിരുന്നെങ്കിലേ തൽക്കാലം പിടിച്ചു നിൽക്കാമായിരുന്നു എന്നുള്ള കാര്യം ഋതുക പറയുക. അങ്കിൾ എനിക്ക് കാശ് തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ദേ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. എന്ന് എവിടുന്നെങ്കിലും കടം മേടിച്ചെങ്കിലും എനിക്ക് തരാൻ പറഞ്ഞു. നിനക്കെന്തിനാടി ഞാൻ കടം മേടിച്ച് തരുന്നത്? നിന്റെ കടവേ നീയായിട്ട് തന്നെ തീർക്കണമെന്ന് ഋതുകയോട് ഇവൻ പറയണു. അങ്ങനെ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം ഋതുക മനസ്സിലാക്കുക. കൊള്ളാം, നീ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കടം വരുത്തി വെച്ചിട്ട് അത് ഞാൻ തീർക്കണമെന്ന് പറഞ്ഞാ അതെവിടുത്തെ ന്യായവാടി എന്ന് ചോദിക്കുമ്പം ഇതിൻ്റെ പേര് ചതിയെന്നാ. ദൈവം പൊറുക്കില്ല നിങ്ങളോടൊന്നും പറഞ്ഞ് ഋതുക പറയുമ്പോൾ മോളെ ദേ രാഷ്ട്രീയക്കാരനാ ഞാൻ. കൂടെയുള്ളവരെ അടക്കം വെട്ടി വീഴ്ത്തി തന്നെയാ ഏതൊരു രാഷ്ട്രീയക്കാരനും മുകളിലോട്ട് കയറുന്നത്. ഈ ഞാനും അങ്ങനെ തന്നെയാണ് കയറുന്നത്. ദൈവത്തിന് സാധിക്കാത്തത് പോലും ഞങ്ങൾ ചെയ്യും. ആ ഞങ്ങളെ എങ്ങനെയാടി ദൈവം എന്തെങ്കിലും ചെയ്യുക എന്നീ പ്രതാപൻ ഋതുകയോട് ചോദിച്ചു. നീയേ വെച്ചിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞ് എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പം അങ്ങളെ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഋതുക വെച്ചിട്ട് പോടി എന്നും പറഞ്ഞുകൊണ്ട് പോയി തെണ്ടടി എന്നും പറഞ്ഞു ഇവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ഋതുക വിളിക്കുന്നുണ്ട്. ഫോണും കട്ട് ചെയ്തിട്ട് അവനവൻ്റെ പാട് നോക്കി പോയി. ഋതുക പെട്ടു. ഋതുക ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുക. അപ്പോഴാണ് കുറുപ്പമാവൻ പൂർണിമയെ കാണാനായിട്ട് പൊന്നുമടത്തിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ പൊന്നുമടത്തിലേക്ക് ചെന്നു. കുറുപ്പേട്ടനെ ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തിനാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് പൂർണിമേ? പണ്ടൊക്കെ പൊന്നുമടത്തിൽ വന്നു പോയാലേ മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഓരോ ദിവസവും ഇവിടുന്ന് കേൾക്കുന്ന വിശേഷങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്നത് മാത്രമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സേതുവിനെ പറ്റി ആയിരിക്കും പറയുന്നത്. അതെ, അത് തന്നെയാ. അവൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകാൻ പാടില്ലായിരുന്നു പൂർണിമേ. അവൻ എന്ത് തെറ്റാ ചെയ്തത്? കല്യാണം നടത്തിയതോ? അതാണോ ചെയ്തത് പൂർണിമേ? അന്നത്തെ ആ മുഹൂർത്തത്തിലെ അച്ചുവിൻ്റെ കല്യാണം നടന്നിരിക്കണമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് കുറുപ്പമാവൻ ചോദിക്കുക. അന്നത് നടന്നില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും അച്ചുവിന് മംഗല്യഭാഗ്യം ഉണ്ടാകില്ല എന്ന് ജ്യോത്സ്യൻ പ്രവചിച്ചതുമാണല്ലോ, ശരിയല്ലേ എന്ന് ചോദിച്ചു. നിഖിൽ കുഴപ്പക്കാരനായിരുന്നു. അവനെ വേണ്ട എന്ന് വെച്ചപ്പോൾ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് വേറെ ആരെ കിട്ടുമെന്നുള്ള ആലോചന വന്നപ്പോൾ അന്വേഷണം വന്നു നിന്നതേ ഹരിയിലായിരുന്നു എന്ന് കുറുപ്പമാമൻ പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ എന്നോട് പറയാമായിരുന്നില്ലേ, എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിലാണ് എനിക്ക് ദേഷ്യമെന്ന് പൂർണിമ കുറുപ്പമാവനോട് പറയുമ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ പൂർണിമ സമ്മതിക്കുമായിരുന്നോ? ഇല്ലല്ലോ, സമ്മതിക്കില്ല. അന്ന് ആ കല്യാണ പന്തലിൽ അമ്മയും മകനും തമ്മിലൊരു വഴക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. ആരെയാണ് അത് ബാധിക്കാൻ പോകുമായിരുന്നത്? അച്ചുമോളെ തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. പൂർണിമയ്ക്ക് മിണ്ടാട്ടോ ഇല്ല. അച്ചുമോൾക്ക് ഒരിക്കലും ഒരു സങ്കടം ഉണ്ടാകരുത്, അതിനുവേണ്ടി മാത്രമാണ് സേതു അന്നൊക്കെ അങ്ങനെ പെരുമാറിയതെന്നൊക്കെ പറയുന്നു കുറുപ്പമ്മാവൻ. അത് പൂർണിമ അവന് കൊടുത്ത ശിക്ഷയുണ്ടല്ലോ, അതൊരല്പം കടന്നുപോയി. മാധവമേനോനാ അവനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അവൻ ഇറങ്ങിപ്പോയപ്പോൾ തോറ്റുപോയതും അതേ മാധവമേനോൻ തന്നെയാണെന്നുള്ള കാര്യം കുറുപ്പമ്മാവൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് വേണമെന്നാ കുറുപ്പേട്ടൻ ഈ പറയുന്നത്? അതൊക്കെ ഇനി പൂർണിമയ്ക്ക് തീരുമാനിക്കാം, ഞാനായിട്ടൊന്നും പറയില്ല. തീരുമാനിക്കുന്ന കൂട്ടത്തിൽ പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ ജപ്തി എങ്ങനെ ഒഴിവാക്കും എന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. പൂർണിമ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ജപ്തിയോ? അതെ, ജപ്തി.
ലോണിൻ്റെ തിരിച്ചടവ് മുടങ്ങിയിട്ട് നാള് കുറേ ആയെന്നും പിന്നെ മിടുക്കിയായൊരു മകളെയാണല്ലോ എല്ലാം നിങ്ങളൊക്കെ കൂടി ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നത്, അവൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിയെന്നും പറഞ്ഞു കുറുപ്പമാവൻ. ഏത് നിമിഷവും പൂർണിമ ടെക്സ്റ്റൈൽസ് ബാങ്കുകാർ കൊണ്ടുപോകുമെന്നും അവിടെ വീണ്ടും തോൽക്കും മാധവമേനോൻ എന്നുള്ള കാര്യങ്ങളും കുറുപ്പമാവൻ പൂർണിമയോട് പറയാം. സേതുമാധവനെ ഇറക്കി വിട്ട് മാധവനെ തോൽപ്പിച്ചത് സ്വന്തം ഭാര്യയാണെങ്കിൽ അദ്ദേഹം പൊന്നുപോലെ ഉയർത്തിക്കൊണ്ടുവന്ന ടെക്സ്റ്റൈൽസ് നശിപ്പിച്ച് മാധവമേനോനെ തോൽപ്പിക്കുന്നത് സ്വന്തം മകളാണെന്നുള്ള കാര്യം ഈ പുള്ളിക്കാരിയോട് അങ്ങ് പറഞ്ഞു നമ്മുടെ കുറുപ്പമാവൻ. സേതു ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നു. അത് മനസ്സിലാക്കാൻ പൂർണിമയ്ക്ക് കഴിഞ്ഞില്ല. ഇനി എന്തൊക്കെയാ തകരാനിരിക്കുന്നത്? തകരട്ടെ, വാശിയല്ലേ, എല്ലാവർക്കും വാശിയല്ലേ, എല്ലാവരുടെയും വാശി അങ്ങ് ജയിക്കട്ടെ എന്നും പറഞ്ഞ് കുറുപ്പമാവൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പൂർണിമ ഇങ്ങനെ തകർന്ന് അവിടെ നിൽക്കുക. പൂർണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പല്ലവി പൂർണിമയ്ക്ക് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുന്നത്. പല്ലവി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മരുന്നൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ മരുന്നെല്ലാം കഴിച്ചിട്ട് പൂർണിമ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവിടെ. അപ്പോൾ പല്ലവിക്കാണെങ്കിൽ അമ്മയോടൊന്നും പറയാനില്ല. അപ്പം നിനക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലേ എന്ന് പൂർണിമ പല്ലവിയോട് ചോദിക്കാം. അപ്പം എന്ത് ചോദിക്കാനാ അമ്മേ? പണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നതിന് ഒരു ബലമൊക്കെ എനിക്കുണ്ടായിരുന്നു. സേതുവേട്ടൻ്റെയും കൂടെ വീട് സേതുവേട്ടൻ പറഞ്ഞിട്ട് താമസിക്കുന്നു. ഇപ്പം ഈ വീട്ടിൽ അങ്ങനെ പറയാനായിട്ട് എനിക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഏത് നിമിഷവും ഇറങ്ങിപ്പോവാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇറങ്ങിപ്പോകേണ്ടവളല്ലേ എന്ന് ചോദിച്ചു. ആരുണ്ട് എനിക്ക് ഈ വീട്ടിലൊരു പിടിവളിയായിട്ട്? അപ്പം ഞാനില്ലേന്ന് ചോദിച്ചു പൂർണിമ. എൻ്റെ അനുവാദം നിനക്കില്ലേ? അത് പോരെ നിനക്കെന്ന് ചോദിച്ചപ്പോൾ പല്ലവി ഒന്നും മിണ്ടുന്നില്ല. ആര് ചോദിച്ചാലും ധൈര്യത്തോടെ നിനക്ക് പറയാമല്ലോ, ഞാനാണിവിടെ നിന്നോട് താമസിക്കാൻ ആവശ്യപ്പെട്ടതെന്നുള്ള കാര്യം. എന്താ ഈ ഒരു സമയത്ത് നീ ഇവിടെ വേണം പല്ലവി, നീ കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയാ ഞാൻ തനിച്ചായി പോയതുപോലെ ആയി പോകുമെന്ന് പറഞ്ഞു. അപ്പം ഋതു അല്ലേ ഉള്ളത് അമ്മയ്ക്ക്? സ്വാതിയില്ല അമ്മയ്ക്ക്? പിന്നെന്താ? പിന്നെങ്ങനെ അമ്മ തനിച്ചായി പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ എൻ്റെ മക്കൾ തന്നെയാണെന്നും നിഴലായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകേണ്ടവരാണ്. പക്ഷേ ഉണ്ടോ അവരെനിക്ക്? ഒരിക്കലും ഇല്ല. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കാവലായിട്ടേ അവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പൂർണിമ ചോദിക്കുവാണ്. ഋതു മരിക്കാൻ നോക്കി. പിന്നെ എന്ന് കരുതി അവൾക്ക് പശ്ചാത്താപം ഉണ്ടെന്നാണോ നീ കരുതുന്നത്? ഒരിക്കലും ഇല്ല എന്ന കാര്യവും പൂർണിമ മക്കളെ മനസ്സിലാക്കി തന്നെ പറയുവാണ്. അവളൊക്കെ പഴയ ആൾ തന്നെയാ. നിന്നോടും അച്ചുവിനോടും സേതുവിനോടും ദേഷ്യമുള്ള ആ പഴയ ആൾ തന്നെയാണെന്ന് പറഞ്ഞു. അമ്മയും അങ്ങനെ തന്നെയല്ലേ? സേതുവേട്ടനോടും അച്ചുവിനോടും ഹരിയോടും ഒക്കെ ഇപ്പോഴും ദേഷ്യം തന്നെയല്ലേ ഈ മനസ്സ് നിറയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സ് എന്താണെന്ന് അത് എനിക്കേ അറിയൂ എന്ന് പൂർണിമ അന്നേരം പറഞ്ഞു. എന്നിൽ നീ കണ്ടിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. ആ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചിലപ്പോൾ തോന്നും എല്ലാവരോടും ക്ഷമിക്കാമെന്ന്, ചിലപ്പോൾ തോന്നും അങ്ങനെ ചെയ്യരുതെന്ന്. അങ്ങനെ കൃത്യമായൊരു ഉത്തരത്തിലെത്താനേ എനിക്ക് ഇനിയും പറ്റിയിട്ടില്ല മോളെ എന്ന് പൂർണിമ പല്ലവിയോട് പറയാം. സാധിക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. സേതുവേട്ടനില്ലാത്ത പൊന്നുമടം അല്ലാതാവാൻ തുടങ്ങുകയാണമ്മേ. ടെക്സ്റ്റൈല് ജപ്തിയുടെ വക്കിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം പല്ലവി പൂർണിമയോട് പറയും. ചതിച്ചത് വേറെ ആരുമല്ല, പ്രതാപനാണെന്നും ചോദിക്കുമ്പോൾ തിരിച്ചു തരാമെന്നുള്ള വ്യവസ്ഥയിൽ ഋതു കടം കൊടുത്ത കാശ് മുഴുവനും പോയെന്ന കാര്യം പറയുമ്പോൾ കുറുപ്പേട്ടൻ പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു. പക്ഷേ ഋതു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പൂർണിമ. എങ്ങനെ പറയും? ഞാനും ഒന്നും അറിയിക്കേണ്ടെന്ന് തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷേ മനസ്സതിന് അനുവദിച്ചില്ല. ഇവിടെയെല്ലാം താളം തെറ്റാൻ തുടങ്ങുകയാണമ്മേ. അമ്മ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം, ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടികാരത്തെപ്പറ്റി, അത് സേതുവേട്ടനായിരുന്നു എന്ന് പറയുക. സേതുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിലേ ഒരിക്കലും ഋതുവിനെ ചതിക്കാൻ പ്രതാപന് ധൈര്യം വരുമായിരുന്നില്ല എന്ന കാര്യം പറയുവാണ് നമ്മുടെ പല്ലവി. ഉത്തരം നഷ്ടപ്പെട്ടു പോയ മേൽക്കൂര അതേത് നിമിഷവും നിലം പൊത്തിയേക്കാം അമ്മേ. ആ ഒരവസ്ഥയിലാണ് ഇപ്പൊ പൊന്നുമടത്തിൻ്റെ ഗതിയെന്ന് നമ്മുടെ പല്ലവി അങ്ങ് പറയുമ്പോൾ, ഇല്ല പല്ലവി, ഒരിക്കലും ഇല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പൂർണിമ പറയുന്നു. പ്രതാപനെ ഞാനൊന്ന് കാണാം, വിളിപ്പിക്കാം ഞാൻ അവനെ ഇങ്ങോട്ട്. എൻ്റെ മുന്നിലും അവൻ കൈമലർത്തി കാണിക്കുമോ എങ്കിൽ എനിക്കതൊന്ന് അറിയണമെന്ന് പൂർണിമ പറയുന്നു. അത് കേട്ടപ്പോൾ അവനത് കാണിക്കും അമ്മേ, ഉറപ്പായിട്ടും അയാളത് ചെയ്തിരിക്കും. പണമാണ്, സ്വന്തം ബന്ധങ്ങളെക്കാൾ വലുതാണ് പണമാണ് ചിന്തിക്കുന്നതെന്ന് കാണുന്ന ആ ഒരു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലെ നമ്പർ 1 ആളാണ് അയാൾ. അമ്മയ്ക്ക് നിരാശപ്പെടേണ്ടി വരുമെന്ന് പല്ലവി അന്നേരം പറഞ്ഞു. അതും പറഞ്ഞു പല്ലവി അവിടെ നിന്ന് പോവുകയാണ്. വിവരം അറിഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം പിന്നീട് എനിക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞ പൂർണിമ പറയുന്നത് കേട്ടിട്ടാണ് പല്ലവി അങ്ങ് പോകുന്നത്. തൊട്ടടുത്ത നിമിഷം ഭാര്യയും ഭർത്താവും കൂടി വീട്ടിലേക്ക് വന്നു. അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നോളണമെന്ന് ഭാര്യയോട് ഭർത്താവ് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. വീട്ടിലേക്ക് കയറി വന്ന് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചു. ചേച്ചി അന്നേരം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ.
എന്താ ചേച്ചി, എന്താ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പ്രതാപൻ. എന്തിനാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞേ? അപ്പോൾ നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞു പൂർണിമ. പിന്നെ അവൻ്റെ ആ ഭാവങ്ങൾ, സംസാര ശൈലിയൊക്കെ മാറി കേട്ടോ, ഭയങ്കര പ്രൗഢിയായി. അപ്പോൾ പ്രതാപ, ഞാൻ ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു. പാവം എൻ്റെ മക്കള്, അവരെ നീ ഉപദ്രവിക്കരുതെന്നിങ്ങനെ പൂർണിമ പറയുമ്പോൾ, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് കൂടി ചേച്ചി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പ്രതാപൻ. അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങോട്ട്. നിനക്കുമല്ലത് മനസ്സിലായോടി എന്ന് പത്മജയോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പത്മ പറയാം. മേടിച്ച കാശ് തിരിച്ച് താ പ്രതാപ, സ്ഥാപനം രക്ഷിക്കണമെന്ന കാര്യം പറയാം. അത് ജപ്തിയായ പൊന്നും മടം തകരും എന്നിങ്ങനെ പൂർണിമ പറഞ്ഞപ്പോൾ ജപ്തി കേട്ടിരുന്നു ഞാൻ അങ്ങനെ ഒരു കാര്യം. അല്ല, ഋതു എന്നെ വിളിച്ചായിരുന്നു ക്യാഷും ചോദിച്ചുകൊണ്ടേ, എന്തോ കടം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചിട്ട് കാശ് തരാൻ ആരയച്ചുള്ളത്? അപ്പം നിനക്കല്ലേ അവൾ പണം മുഴുവൻ എടുത്ത് തന്നതെന്ന് പൂർണിമ ചോദിക്കുമ്പം, ചേച്ചി എന്ന വിളിച്ച നാവ് കൊണ്ട് എന്നെക്കൂടെ വേറൊന്നും വിളിപ്പിക്കരുത് എന്ന് പ്രതാപൻ പൂർണിമയുടെ മുഖത്ത് നോക്കി പറയാം. ഒരാളെയും ചതിക്കുന്നവനല്ല ഞാൻ. എൻ്റെ പാരമ്പര്യം മാധവമേനോ എൻ്റെ പാരമ്പര്യം അല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തെന്നോ നീ പറയുന്നേ? അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ അച്ഛൻ സ്ഥാപിച്ചതല്ലേ പൂർണിമ ടെക്സ്റ്റൈൽസ്? ചേച്ചിക്കും ചേട്ടനും തുല്യ അവകാശമല്ലേ അതിലുള്ളത്? എന്നിട്ടിപ്പോൾ അതാരാ സ്വന്തമാക്കിയത് എന്ന് ചോദിക്കാം. മാധവമേനോനെന്ന് പറയുന്ന എൻ്റെ അളിയനാ സ്വന്തമാക്കിയത്. ശുദ്ധനായ ഞാനോ പുറത്ത്. അങ്ങനെയല്ലേ? ആ കട വളർന്നല്ലോ. ഇപ്പം കാണുന്ന പൂർണിമ ടെക്സ്റ്റൈൽസ് ആയതും അങ്ങനെ തന്നെയല്ലേ? വകുപ്പ് പറഞ്ഞ് ആ സ്ഥാപനത്തിൻ്റെ നേർപകുതി എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പ്രതാപൻ പറയും. ഞാനത് ചോദിക്കാത്തതേ എൻ്റെ മാന്യതയാണെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ, അപ്പം ഇതൊക്കെയായിരുന്നു നിന്റെ മനസ്സിലല്ലേ എന്ന് പൂർണിമ ചോദിച്ചു. സേതു പറഞ്ഞതേ 100% ശരിയാ. നിന്നെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അപ്പം ഞാനെന്ത് വിശ്വാസക്കേടാ നിങ്ങളോട് കാണിച്ചത്? കാശ് കടം വാങ്ങിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് എന്താ വിശ്വാസക്കേടല്ലേ എന്ന് പൂർണിമ ഇവനോട് ചോദിച്ചു. എടാ, സ്വന്തം മരുമോളെയല്ലേ നീ ചതിച്ചിരിക്കുന്നത്, അത് വിശ്വാസക്കേടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റിട്ട്, പെങ്ങളെ, പലവിധ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഞാൻ, അതിനിടയിൽ ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറയാൻ നിൽക്കരുതെന്നും പറഞ്ഞു പൂർണിമയുടെ മുന്നിൽ ഇവൻ താനി സ്വരൂപം പുറത്തെടുക്കുക കേട്ടോ. ഋതുവിൻ്റെ കയ്യിൽ നിന്ന് കാശ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു തരാൻ ഞാൻ തയ്യാറല്ല. കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പ്രതാപൻ പറഞ്ഞു. ഞാനേ കോടതിയിൽ കണ്ടോളാമെന്ന് പറയുമ്പോൾ, എടാ, നിനക്ക് ഇത്രയും വിഷം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്ന് പൂർണിമ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ. ഉഗ്ര വിഷമുള്ള രാജവെമ്പാലയെ ഞാനെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? തക്കം പാർത്തിരുന്ന് ഞാൻ കൊത്തും എന്നും പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ പൂർണിമയെ പേടിപ്പിക്കുന്നു. ചേച്ചി, എന്നാൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങുക, കുറച്ച് തിരക്കുണ്ടേ എന്നും പറഞ്ഞ് പത്മജ അങ്ങ് വന്നു. എന്നിട്ട് ഇവരിറങ്ങാൻ നോക്കുമ്പം, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഇനി എന്നെ കാശിന് വേണ്ടി വിളിക്കണമെന്നില്ല. അത് മറക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയുമ്പം, മറക്കാം, എല്ലാം ഞാൻ മറക്കാം. എനിക്കും എൻ്റെ മക്കൾക്കും ഇങ്ങനെ തന്നെ വരണം. ഞാനിത് അനുഭവിക്കേണ്ടവളാണെന്ന് പറഞ്ഞ് പൂർണിമ പറയുമ്പോൾ, നീ വാടി എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയെ വിളിച്ചുകൊണ്ട് ഭർത്താവ് അങ്ങ് ഇറങ്ങിപ്പോയി. പൂർണിമ കഴിഞ്ഞു പോയത് ഓരോന്നും ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സ്വാതി കൂട്ടുകാരിയെ കണ്ടു വഴിയിൽ വെച്ച് സംസാരിക്കാം. അപ്പോൾ നീ എങ്ങോട്ടാടി? നീ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ഷോക്കായിപ്പോയി. നമ്മൾ തമ്മിൽ കോളേജിൽ വെച്ച് വലിയ കമ്പനിയൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ല, നിന്റെ ചങ്കായ നീരജ് എവിടെ? അവളുമായിട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെണ്ണിന് എപ്പോഴും തീറ്റേ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ബേർഡൻ തലയിൽ കയറ്റി വെക്കണം ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ് സ്വാതി കൂട്ടുകാരിയായിട്ട് സംസാരിക്കാം. അതിനുശേഷം ഇവരെ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നും അവിടെ ഒരാൾ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് സ്വാതി ഇങ്ങനെ കൂട്ടുകാരിയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്വാതി കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് പോവാം. പൊന്നും മടത്തിൽ ഉള്ള കരടുകളെയൊക്കെ പുറത്താക്കണം, അത് മാത്രം എൻ്റെ പ്രാർത്ഥനയെന്നൊക്കെ പറഞ്ഞു. സേതു എന്ന് പറയുന്ന അയാൾ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്. പക്ഷേ അയാൾ ഇറങ്ങിപ്പോയെന്ന് സന്തോഷിക്കുമ്പോഴും മനസ്സിൽ പല്ലവി എന്ന് പറഞ്ഞ ഡിസ്റ്റർബൻസ് അങ്ങനെ തന്നെ കിടക്കുക. എല്ലാം സ്റ്റെപ്പായി ശരിയാക്കേണ്ടിയിരിക്കുമെന്നും പറഞ്ഞു സ്വാതി. അതൊക്കെ നടക്കുവടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ വിചാരിച്ച എല്ലാം നടക്കുമെന്ന് പറഞ്ഞ് കൂട്ടുകാരി പറയുന്നത്. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു. നമുക്ക് പോയാലോ? എങ്ങോട്ട്? നീ വാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇന്ദ്രൻ്റെ താവളത്തിലേക്ക് ചെന്ന് കയറുവാണ് മക്കളെ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.